നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന നിലപാടിൽ കട്ടയ്ക്ക് ഉറച്ചു നിൽക്കുകയാണ് കെ സുധാകരൻ എം പി. അതിൽ നിന്ന് പിന്നോട്ടേ ഇല്ല എന്നാണ് ശ്രീമാൻ കെ സുധാകരന്റെ നിലപാട്. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ മത്സരിക്കണമെന്ന നിലപാട് അറിയിക്കും. ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട് കെ സുധാകരൻ. അല്പസമയത്തിന് ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ഡൽഹി യാത്രയ്ക്ക് മുമ്പ് ഒരു അവസാന അനുനയം എന്നുള്ള നിലയ്ക്ക് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചു കെ സുധാകരനെ. പക്ഷേ കെ സുധാകരൻ പറയുന്നത് ഞാൻ അവിടെ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞാണ് 110% കണ്ണൂരിൽ മത്സരിക്കും, അവിടെ ജയിക്കും എന്ന് കെ സുധാകരൻ പറഞ്ഞാണ്. അപ്പോൾ ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. അക്ഷരാർത്ഥത്തിൽ കീറാമുട്ടി എന്ന് പറയുന്നത് ഇതാണ് കീറാമുട്ടി. ഇനിയിപ്പോൾ 10-23 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം. അപ്പോൾ ഇതിൽ തട്ടി ഇപ്പോൾ കെ സുധാകരൻ ഒരു പിടിവാശി എന്ന് വേണം കൃത്യമായി പറയാം. കാര്യം കെ സുധാകരൻ MP ആയ ആളാണ്, കെ സുധാകരൻ KPCC അധ്യക്ഷനായ ആളാണ്. വീണ്ടും തിരികെ എത്തി MLA ആയി വീണ്ടും അധികാര സ്ഥാനത്തിലേക്ക് വരണമെന്ന ആഗ്രഹമായിരിക്കുമല്ലോ സ്വാഭാവികമായും. അപ്പോൾ അതിൽ തട്ടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക സ്തംഭനാവസ്ഥയിൽ ചലിക്കാനാവാതെ നിൽക്കുന്ന വല്ലാത്തൊരവസ്ഥ കോൺഗ്രസിനുണ്ട്. അതിന് പരിഹാരം കാണുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ബൽറാം തുടങ്ങാൻ ഡൽഹിയിൽ ചേർന്നു. ബൽറാം, സുധാകരൻ ഡൽഹിയിലേക്ക് എത്തിയോ? ഒരു 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 പ്രതികരണം പ്രതീക്ഷിക്കാമോ ഇപ്പോൾ ബൽറാം? ഹഷ്മി, കെ സുധാകരൻ ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. സാങ്കേതികമായി അദ്ദേഹത്തിന്റെ വിമാനം 8:41 ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും ഇതുവരെയും പുറത്ത് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം ഏത് നിമിഷവും പുറത്തേക്ക് ഇറങ്ങാം. അദ്ദേഹത്തെ കാത്ത് അദ്ദേഹത്തിന്റെ വാഹനം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം വിമാനത്തിൽ അദ്ദേഹത്തോട് അടുപ്പമുള്ള ചില നേതാക്കളും ഉണ്ടായിരുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സുധാകരൻ ഏത് നിമിഷവും ഡൽഹി വിമാനത്താവളത്തിന്റെ ഈ 3ാം ടെർമിനലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. അത് കാത്തു നിൽക്കുകയാണ് നമ്മൾ. എന്തായാലും സുധാകരന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഏറെ നിർണായകമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വിവാദങ്ങൾ എല്ലാം ഉണ്ടാകുന്ന ഘട്ടത്തിലും കെ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകൾ അത് അദ്ദേഹം ഉറച്ചു തന്നെ നിൽക്കുകയാണ്. മത്സരിക്കണം എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അതേസമയം MP-മാർക്ക് ആർക്കും തന്നെ ഇളവ് നൽകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. സംസ്ഥാന നേതൃത്വവും ഒപ്പം തന്നെ ഹൈക്കമാൻഡും ആ നിലപാടിൽ തന്നെയാണ് ഉള്ളത്. ഈ കെ സുധാകരന്റെ കാര്യത്തിൽ എങ്ങനെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിയും എന്നുള്ളത് നിർണായകമാണ്. അതിൽ ഇന്നത്തെ ചർച്ച പോലും അദ്ദേഹം ഇന്ന് ഡൽഹി സന്ദർശനം ഒഴിവാക്കണോ എന്ന ഒരു അവസാനഘട്ട ആലോചന പോലും കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയിരുന്നു. അത്രത്തോളം കടുത്ത ഒരു നിലപാടിൽ അദ്ദേഹം ഉണ്ടായിരുന്നത്. എന്തായാലും ഡൽഹിയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. തുടർന്ന് നടത്തുന്ന ചർച്ചകൾ ഏറെ നിർണായകമാകും. കെ സുധാകരന് മത്സരിപ്പിക്കാൻ അവസരം നൽകുന്നില്ല എങ്കിൽ മറ്റു ഒരു MP-ക്കും മത്സരിക്കാൻ അവസരം നൽകില്ല എന്നൊരു നിലപാടിലേക്ക് തന്നെ ഹൈക്കമാൻഡിന് പോകേണ്ട സാഹചര്യം ഉണ്ടാകും. എന്നാൽ കെ സുധാകരനെ പോലെ മുതിർന്ന ഒരു നേതാവ്, സംസ്ഥാനത്ത് മുഴുവനായും തന്നെ സ്വാധീനമുള്ള ഒരു നേതാവ്, അദ്ദേഹം മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് ആ പ്രഖ്യാപനത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം. അദ്ദേഹത്തിന്റെ ഒരു രീതി അനുസരിച്ച് മുൻകാല ചരിത്രം പരിശോധിച്ചാൽ അത് അദ്ദേഹം ഒരിക്കലും അത്തരത്തിൽ പ്രഖ്യാപിച്ച നിലപാടിൽ നിന്നും പിന്നോട്ട് പോയ ചരിത്രം അദ്ദേഹത്തിനില്ല. ഒപ്പം തന്നെ സമുദായ സമവാക്യങ്ങളും എല്ലാം തന്നെ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പിണക്കാൻ ഹൈക്കമാൻഡിന് ആകില്ല. അത്തരത്തിൽ അദ്ദേഹം പിണങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സംസ്ഥാനത്ത് ഉടനീളം തന്നെ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും MLA സീറ്റ് തന്നില്ലെങ്കിൽ MP സ്ഥാനം രാജിവെക്കും എന്നൊക്കെയുള്ള വജ്രായുധ പ്രയോഗം സുധാകരന്റെ ഭാഗത്ത് ഉണ്ടാവാൻ ഇടയുണ്ടോ? സുധാകരനായത് കാരണം ഒന്നും പറയാൻ പറ്റൂല ബൽറാം. അതെ ഹഷ്മി, കെ സുധാകരനാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്നുള്ളത് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം ഏത് വിധത്തിലായിരിക്കും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഈ കഴിഞ്ഞ വിവാദങ്ങൾ ഉണ്ടായി നേതൃത്വത്തോട് അതൃപ്തിയെ തുടർന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച രാത്രി തന്നെ ഡൽഹിയിൽ നിന്നും മടങ്ങുകയായിരുന്നു. ചർച്ചകൾക്കൊന്നും തന്നെ അദ്ദേഹം ഭാഗമായിട്ടില്ല. തുടർന്ന് മാധ്യമങ്ങളോടും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും അവസാന തീരുമാനം എന്നുള്ളത് ഏറെ നിർണായകമാണ്. അത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം ഇന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതികരണമാണ് അല്പസമയത്തിനകം തന്നെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നതും. എന്തായാലും അദ്ദേഹം ഇപ്പോൾ വിമാനത്താവളത്തിന് അകത്തുണ്ട്. അദ്ദേഹത്തിന്റെ വിമാനം 8:41 ലാൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം അതിനുശേഷം വിമാനത്താവളത്തിനകത്ത് ഒരു കാപ്പി കുടിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങൾ അറിയിച്ചിരുന്നത്. അവരിൽ ഉൾപ്പെടെ എല്ലാവരും തന്നെ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹവുമായി അടുപ്പമുള്ള 1-2 നേതാക്കളും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അവരും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ്, അതാണ് ഇനി അറിയാനുള്ളത്. അത് രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്ന അദ്ദേഹത്തിന് സൂചന ലഭിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മാത്രമല്ല ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ഒപ്പം തന്നെ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ കോൺഗ്രസിന് എല്ലാ കാലത്തും അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇപ്പോൾ LDFന്റെ തന്നെ സ്ഥാനാർത്ഥി
പട്ടിക പുറത്തു വന്നു. അതോടൊപ്പം തന്നെ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഇപ്പോഴും കോൺഗ്രസ് ആണ് എവിടെയും എത്താതെ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ സുധാകരൻ അയയുന്നില്ല എങ്കിൽ വീണ്ടും വീണ്ടും അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് മാറുമോ ബൽറാം? തീർച്ചയായും ഈ കെ സുധാകരന്റെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗ്രൂപ്പ് സമവാക്യത്തിന്റെ ഭാഗമല്ല. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറുന്ന ഘട്ടത്തിലൊപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ അദ്ദേഹത്തെ നിർദ്ദേശിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ കേരളത്തിൽ പ്രവർത്തിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഉചിതമായ സമയത്ത് അത് പരിഗണിക്കാമെന്ന ഉറപ്പായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഉചിതമായ ഒരു സമയം ഇതാണ് എന്ന് കെ സുധാകരൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുക, അവിടെ സജീവമാകുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിനൊരു അനുമതി ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നതും. കെ സുധാകരൻ മത്സരിക്കാനുള്ള താല്പര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്, പരസ്യമായി തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ടും വഴങ്ങാൻ ഹൈക്കമാൻഡ് തയ്യാറാകുന്നില്ല, സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ തയ്യാറാകുന്നില്ല. നേതാക്കൾ എന്നുള്ളതാണ് കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിൽ പിണങ്ങി തന്നെയാണ്, അതൃപ്തിയോടെയാണ് അദ്ദേഹം മടങ്ങിയത് ഡൽഹിയിൽ നിന്നും. എന്തായാലും 4 ദിവസത്തെ അനിശ്ചിതത്വത്തിന് ശേഷം അദ്ദേഹം ഡൽഹിയിൽ മടങ്ങിയെത്തുന്നു. കണ്ണൂർ സീറ്റ് എന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിലൊരു ഫോർമുല കൊണ്ട് അനുനയപ്പെടാൻ തയ്യാറല്ല കുമ്പക്കുടി സുധാകരൻ എന്ന കെ സുധാകരൻ. അപ്പോൾ അത് പക്ഷേ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇനിയിപ്പോൾ 20-23 ദിവസം മാത്രമേ ഉള്ളൂ. അത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാവാത്ത വണ്ണം സുധാകരന്റെ പിടിവാശി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് അനുനയം? ഇനി സുധാകരന് മാത്രം ഒരു ഇളവ് എന്നതിലേക്ക് പോവോ എന്ന് പറഞ്ഞാൽ സുധാകരന്റെ വിന്നബിലിറ്റിയെ പറ്റി പാർട്ടിക്ക് സംശയം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇളവ് നൽകിയാൽ ബാക്കി MPമാരുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവുള്ള പാർട്ടിയാണോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിൽപ്പുണ്ട്. എന്തായാലും നമുക്ക് ഇന്ന് തന്നെ അതിലൊരു വ്യക്തത ഉണ്ടാവുമെന്ന് കരുതാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.